കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഭിന്നത. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാനാവില്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചു. സീറ്റ് വിട്ടു നൽകിയ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, വിശദാംശങ്ങൾ. ഒരു പിളർപ്പിലേക്കോ എന്ന സൂചന നൽകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് എന്തായാലും ഇടുക്കി ജില്ലയിൽ നിന്ന് വരുന്നത്. അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടുക്കി സീറ്റ് കോൺഗ്രസുമായി വച്ചുമാറാനുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നു. രാവിലെ പി ജെ ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂചനയും നൽകിയിരുന്നു. വിട്ടുവീഴ്ചകൾ ആവശ്യമാണല്ലോ എന്ന ഒരു സൂചനയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ ഈ സീറ്റ് വിട്ടു നൽകരുത് എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമലയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കളാണ് ഈ സീറ്റ് വിട്ടു നൽകരുത്, സീറ്റ് വിട്ടു നൽകിയാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിലിപ്പോൾ ഇടുക്കിയിൽ സമാന്തരമായ ഒരു യോഗം അവർ ചേരുകയാണ്. ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ തോമസ് പെരുമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. നിലവിലിപ്പോൾ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ 10ഓളം നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം ചേരുന്നത്. അതായത് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് പെരുമൻ, അതുപോലെ തന്നെ വി എ ഉലഹന്നാൻ, എൻ ജെ കുര്യൻ, ഷൈനി സജി, സംസ്ഥാന സെക്രട്ടറി ഷൈനി സജി, ജോയി കൊച്ചുകേരോട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ സീറ്റ് വിട്ടുകൊടുത്താൽ കോൺഗ്രസുമായി വച്ചുമാറിയാൽ അല്ലെങ്കിൽ കോൺഗ്രസിന് വിട്ടു നൽകിയാൽ പാർട്ടി വിടുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകേണ്ടി വരും. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അവർ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പാർട്ടി പിളർന്ന് രണ്ടായി വീണ്ടും ഒരു സമാന്തര സ്ഥാനാർത്ഥി ഇടുക്കിയിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യത. അതായത് കേരള കോൺഗ്രസ് ഈ ജോസഫ് വിഭാഗത്തിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയായ ഒരാൾ രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ നിർണായക ഒരു ഘട്ടത്തിലാണ് നിലവിലിപ്പോൾ എന്തായാലും ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ സീറ്റ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സമാന്തരമായി ഇടുക്കിയിൽ മറ്റൊരു യോഗം ഇത്തരത്തിൽ ഈ തോമസ് പെരുമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒരു തരത്തിലും ഈ സീറ്റ് വച്ചുമാറാൻ തങ്ങൾ തയ്യാറല്ല, അല്ലെങ്കിൽ സീറ്റ് വിട്ടു നൽകില്ല, ഇടുക്കി സീറ്റ് വിട്ടു നൽകില്ല എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമാണ് ഈ ഒരു സമാന്തര വിഭാഗം എടുത്തിട്ടുള്ളത്. പി ജെ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. സീറ്റ് വിട്ടു നൽകുന്നതുമായി യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെങ്കിൽ സീറ്റ് വിട്ടു നൽകില്ല എന്നുള്ളൊരു നിലപാട് തങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ വരുന്ന വാർത്തകൾ അങ്ങനെയല്ല, നടക്കുന്ന ചർച്ചകൾ അങ്ങനെയല്ല. ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തങ്ങൾക്ക് തങ്ങളുടേതായ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഏതെങ്കിലും തരത്തിൽ സീറ്റ് വച്ചു മാറിയാൽ ഒരു സമാന്തരമായി ഈ യോഗം എടുക്കുന്ന തീരുമാനപ്രകാരം കൺവെൻഷൻ ചേരും. കൺവെൻഷൻ ചേർന്ന ഈ ഒരു നയങ്ങൾ വിശദീകരിക്കും. അതിനുശേഷം തുടർ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ് പ്രാഥമികമായി ഈ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതായത് UDF ആണ് ഇവിടെ മത്സരിക്കുന്നത്, അതായത് ഇടുക്കിയിൽ മത്സരിക്കുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെ UDFന്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും അത് വിജയിപ്പിക്കുക എന്നുള്ളത് UDFന്റെ തന്നെ ഒരു ഉത്തരവാദിത്വമാണ്. അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിന്നെങ്കിൽ മാത്രമേ അവിടെ വിജയമുണ്ടാകൂ എന്ന് പറയുന്നത് തീർത്തും മുന്നണി മര്യാദയെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും സീറ്റ് വച്ച് മാറാൻ തയ്യാറല്ല എന്നുള്ള നിലപാടിൽ തന്നെ ജോസഫ് വിഭാഗത്തിലെ ഒരു കൂട്ടർ നിലപാടെടുത്ത സാഹചര്യമാണുള്ളത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും തമ്മിലടി രൂക്ഷമായിരിക്കുന്നു. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാനാവില്ലെന്ന ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്, അതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സീറ്റ് വിട്ടു നൽകിയാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സുബിൻ തോമസാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.